ഇറാനെതിരെ ശക്തമായ പോരാട്ടമാണ് അമേരിക്ക നടത്തുന്നത്. പശ്ചിമേഷ്യ ഒന്നാകെ സമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഈ നിമിഷത്തെ വാർത്ത നൽകാനുള്ളത്. ഡോക്ടർ മോഹൻ വർഗീസ് തന്നെ തുടങ്ങിയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഒരു കാര്യം അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേൽ അമേരിക്കയോട് ചേർന്ന് നിന്ന് നല്ല ഒരു അവസരമായി ഇത് കാണുന്നു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകിയ സഹായങ്ങൾ ഒക്കെ കണ്ടതാണ്. അന്നും അമേരിക്കയുടെ സഹായമാണ് ഇസ്രായേൽ ഉണ്ടായത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഇറാനെ പരാജയപ്പെടുത്താൻ പറ്റിയ ഒരു അവസരം എന്നുള്ള നിലയിലാണോ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നത്? അതോ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾക്ക് കൂടി ശക്തി പകരാൻ വേണ്ടിയാണോ ഇസ്രായേലിന്റെ ഈ പിന്തുണ? ഇതിനെ എങ്ങനെ കാണുന്നു ഡോക്ടർ മോഹൻ വർഗീസ്? നോക്കൂ, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ താല്പര്യം എന്ന് പറയുന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി, അസ്തിത്വ പ്രശ്നം നേരിടുന്ന രാജ്യം ഇസ്രായേലാണ്. ഇന്നത്തെ നിലയിൽ ശക്തമായ അറബ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്താണ് ഇസ്രായേൽ ഉണ്ടായത് തന്നെ. ആ ഇസ്രായേൽ ഇത്രയും കാലം മുന്നോട്ട് പോയത് അതിശക്തരായ അറബി എതിരാളികളുമായി കുറെയൊക്കെ സന്ധി ചെയ്തുകൊണ്ടും കുറെയൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടും ഇന്റിമിഡേറ്ററി ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ടും പിന്നീട് വലിയേട്ടന്റെ അമേരിക്ക എന്ന വലിയേട്ടന്റെ സഹായത്തോടു കൂടിയുമാണ് ഇത്രയോളം മുന്നോട്ട് പോയത്. അങ്ങനെയെങ്കിൽ സുരക്ഷാ പാരഡൈമിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമെന്ന നിലയിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യത ഇപ്പൊ അറബി രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലുമായി ഒരു സമഭാവനയിൽ പോവുകയാണ്. അബ്രഹാമിന്റെ പേരിൽ, ആദ്യ പിതാവായ അബ്രഹാമിന്റെ പേരിൽ അമേരിക്ക കൂടി ഇടപെട്ട് കാലാകാലങ്ങളിൽ ഉണ്ടായ കരാറുകൾ, ആദ്യം അബ്രഹാമിന്റെ പേരിലല്ല കരാർ ഉണ്ടായതെങ്കിലും 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട അറബ് രാജ്യമായ ഈജിപ്തിനെ ഇസ്രായേൽ അനുകൂല രാജ്യമായി ഇസ്രായേലുമായി ധാരണയിൽ പോകാൻ നിർബന്ധിച്ചു. പിന്നീട് ഒന്നൊന്നായി അബ്രഹാമിന്റെ പേരിൽ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേലിനോട് സന്ധി ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോഴൊന്നും തന്നെ സന്ധി ചെയ്യാൻ തയ്യാറാവാതെ മാറി നിന്ന ഒരു സിവിലൈസേഷണൽ എനിമിയായി അമേരിക്കയെയും അമേരിക്കയുടെ പങ്കാളിയായി ഇസ്രായേലും കണ്ട രാജ്യമാണ് ഇറാൻ എന്നോ. അപ്പൊ ഏറ്റവും വ്യത്യസ്തമായ രീതിയിലാണ് ഇറാൻ വിഷയങ്ങളെ കണ്ടത്. അറബ് രാജ്യങ്ങൾ സന്ധി ചെയ്യാൻ തയ്യാറായപ്പോൾ നോൺ അറബ് ബട്ട് ഇസ്ലാമിക് രാജ്യമായ ഇറാൻ സന്ധി ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ സന്ധി ചെയ്യാൻ ആത്യന്തികമായി തയ്യാറാവുന്നില്ല. അത് മാത്രമല്ല, ആണവായുധം ഉൾപ്പെടെ നിർമ്മിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ പാരഡൈം മാറുകയാണ്. ലോകത്തിന്റെ ശാക്തിക സമവാക്യങ്ങൾ മാറുകയാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ സമവാക്യങ്ങൾ മാറുകയാണ്. ഒരു വയബിൾ ന്യൂക്ലിയർ പവറായി ഇറാൻ മാറുകയാണെങ്കിൽ ഇപ്പൊ യുറേനിയം 235 അത് 239 മാറി പ്ലൂട്ടോണിയം ലെവലിലേക്ക് മാറുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ പിന്നീട് ഇറാനെ പിടിച്ചാൽ കിട്ടില്ല. അത് ആണവായുധങ്ങൾ ഡെലിവറി ചെയ്യാനുള്ള ഡെലിവറി സംവിധാനം കൂടി ഇറാന് കാര്യക്ഷമമായി ഉണ്ടോ എന്ന് രണ്ടാമത്തെ കാര്യം. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ ഉപരോധം കൊണ്ട് മാത്രം പൂർണ്ണമായി കൊമ്പ് കുത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന ഇസ്രായേലിന്റെ ഒരു പരിഭവം. സ്വാഭാവികമായി ഇത് അമേരിക്കയുടെ കൂടെ താല്പര്യമാണ്. ഇസ്രായേലിന്റെ എല്ലാ താല്പര്യങ്ങളും അമേരിക്കയ്ക്ക് നന്നായി അറിയാം. കാരണം പിതൃസ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയാണ്, ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നതും അമേരിക്ക തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കൺവേർജൻസ് ഓഫ് അമേരിക്കൻ ആൻഡ് ഇസ്രായേലി ഇൻട്രസ്റ്റ് എഗൻസ്റ്റ് ഇറാൻ, ഇത് അറബ് രാജ്യങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെയും കൂടെ വിഷയമാണ്. ഇറാനെ ഇപ്പോൾ ഒതുക്കേണ്ടത് അറബ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ പോലെയുള്ള GCC രാജ്യങ്ങളുടെ കൂടി ആവശ്യമാണ് എന്ന് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു അമേരിക്ക ഇതുവരെ. പക്ഷെ അവർ പൂർണ്ണമായി കൺവിൻസ് ചെയ്തില്ല. ഇത് നിങ്ങളുടെ യുദ്ധമാണ്, ഞങ്ങളുടെ യുദ്ധമല്ല, ഞങ്ങൾക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. ഇറാൻ എന്നത് ആഫ്റ്റർ ഓൾ. നമ്മുടെ ഒരു പ്രേക്ഷകൻ കൂടി പാലക്കാട് നിന്ന് ശ്രീ രാമചന്ദ്രൻ പിള്ള പ്രതികരിക്കുന്നു. ശ്രീ രാമചന്ദ്രൻ പിള്ള, പശ്ചിമേഷ്യയിലുണ്ടായ ഈ യുദ്ധസമാനമായ അന്തരീക്ഷം അല്ലെങ്കിൽ യുദ്ധം തന്നെ, അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന ഈ ആക്രമണം, ഇതിനെതിരെയുള്ള തിരിച്ചടികൾ, ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ഹലോ, പറഞ്ഞോളൂ. എന്റെ മോളെ എഡിൻബർഗിൽ നിന്ന് 7:30 കയറിയിട്ടുണ്ട് വിമാനത്തില്. എവിടെയാണ് സ്ഥലം? ഞാൻ പാലക്കാടാണ്. അല്ല, മകൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? മകൾ എഡിൻബർഗിൽ നിന്ന് രാവിലെ 7:30 കയറിയിട്ടുണ്ട്. ദോഹയില് 17-20 എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അവിടെ ദോഹയിൽ നിന്ന് 19:30 കയറിയിട്ട് രാവിലെ 2:25 തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പറഞ്ഞത്. ശരി. വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, വാട്സാപ്പിലൊന്നും കിട്ടുന്നില്ല. ദോഹയിൽ ഇങ്ങോട്ട് പ്ലെയിൻ വരുമോ? ദോഹയിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. എയർ ഇന്ത്യ എക്സ്പ്രസിലാണോ യാത്ര ശ്രീ രാമചന്ദ്രൻ?
കേൾക്കുന്നില്ല, ഞാൻ കട്ടായി പോകും എന്ന് പറഞ്ഞാട്ടെ. എയർ ഇന്ത്യ എക്സ്പ്രസിലാണോ, ഏത് വിമാനത്തിലാണ് യാത്ര എന്നറിയാൻ കഴിയുന്നുണ്ടോ? ദോഹയിൽ നിന്ന് രാത്രി 7:00 കയറുന്നത്. അതെ, അത് നമുക്ക് അതിന്റെ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ വാർത്തകൾ ഇനി തുടർ മണിക്കൂറുകൾ നമ്മൾ നൽകുന്നുണ്ടാകും. എന്തായാലും ഈ മണിക്കൂറിൽ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഈ ആശങ്കയോടെ, വലിയ ആശങ്കയോടെയാണ് പാലക്കാട് നിന്ന് ശ്രീ രാമചന്ദ്രൻ വിളിച്ചത്. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മകൾ പുറപ്പെട്ടിട്ടുണ്ടല്ലോ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മകൾ അടുത്ത ദിവസം തന്നെ എത്തും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ഭാരതവും ഇപ്പോൾ തന്നെ അവിടെയുള്ള ഭാരത എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വിമാനം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശ്രീരാമചന്ദ്രൻ, യെസ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഇതേപോലുള്ള പ്രേക്ഷകർ, സാധാരണക്കാർ ഒക്കെ ആശങ്കയിലാണ്. അവരുടെ മക്കൾ, അവരുടെ കുടുംബനാഥന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെ ഈ പശ്ചിമേഷ്യയിലെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നു. ഏറെ വേദനയോടെയാണ്, ആശങ്കയോടെയാണ് അവർ ഈ ഓരോ നിമിഷത്തെയും നോക്കിക്കാണുന്നത്. ഭാരതത്തിനുണ്ടാകുന്ന ആശങ്ക പറഞ്ഞാൽ തീരുന്നതല്ലല്ലോ ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ രാമചന്ദ്രന്റെ മകൾ UK വടക്ക് ഭാഗത്തുള്ള സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിൽ നിന്നും മധ്യപൗരസ്ത്യ പ്രദേശം വഴി, അതായത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ വഴി കേരളത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. അവിടെ വിമാന പാതകൾ പലതും മധ്യപൗരസ്ത്യ പ്രദേശത്തെ, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും വിമാനപാതകൾ പൂർണ്ണമായോ ഭാഗികമായോ അടച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അത് ഭാഗികമായി അടച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില രാജ്യങ്ങൾ അത് പൂർണ്ണമായി അടച്ചു എന്ന് മനസ്സിലാക്കുന്നു. ആ സ്ഥിതിഗതികൾ കൃത്യമായി വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫ്ലൈ സോണുകൾ ഏതൊക്കെയാണ്, അതുകൊണ്ട് ഒരുപാട് ഫ്ലൈറ്റ് ഡിലേ ഉണ്ടാകാൻ, താൽക്കാലികമായ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപക്ഷെ നമ്മൾ പ്രീഎംപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇത് ബ്രിട്ടനിൽ നിന്നുമുള്ള യാത്ര മധ്യേ കുടുങ്ങി പോകുന്ന ആളുകളുടെ കഥയാണ് ഈ പറയുന്നത്. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ചില്ലറ നമ്പറല്ല, ഇന്ത്യക്കാര് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഉള്ളത്, മലയാളികൾ ഉൾപ്പെടെ. ഈ ഇന്ത്യക്കാരെ മുഴുവൻ കുടിയൊഴിപ്പിക്കേണ്ടി വന്നാൽ അത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ഒഴിച്ചു കൊണ്ടുപോകൽ ആയി മാറും. അത് തീർച്ചയായും ഒരു വലിയ മൈൻഡ് ബ്ലോ ബോഗ്ലിംഗ് നമ്പേഴ്സ് ആണ്. അത് ഉള്ള ഈ സൈനിക വിന്യാസങ്ങൾ അല്ലെങ്കിൽ സൈനിക നടപടികൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഡോക്ടർ മോഹൻ വർഗീസ്? നിലവിൽ അങ്ങനെ ഒരു ഭീഷണി, കാരണം നമ്മൾ എപ്പോഴും ഈ അരുതാത്തതിനെ കുറിച്ച് ചിന്തിക്കുക മാത്രമേ ചെയ്യാവൂ. അങ്ങനെ സംഭവിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കരുത്. കാരണം നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയി ഇരിക്കാനുള്ള സമയമാണ്. കാരണം ഇതിപ്പം ഔപചാരികമായി ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിച്ചെങ്കിലേ പറ്റൂ. ചില സിംബോളിക് ടാർഗറ്റുകളിലേക്ക് ഇറാൻ തിരിച്ചടിച്ചു. നാളുകളിലും ഇറാന് നിലനിൽക്കണമെങ്കിൽ സഹോദര രാജ്യങ്ങളായ അറബി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെ പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടാനാവില്ല. അതൊരു സ്വാഭാവിക കാര്യമല്ലേ? ഒരു ഇസ്ലാമിക് അമിറ്റി, ബ്രദർഹുഡ് ഉണ്ടാവേണ്ടതല്ലേ? സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടതല്ലേ? യുദ്ധമാണ്, യുദ്ധത്തിലും പ്രേമത്തിലും ഒരു നിയമങ്ങളും ബാധകമല്ല എന്നൊക്കെ ഭംഗ്യാദ്രയുടെ പറയുമ്പോഴും ചില തലത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ടാകും, ചില ലിമിറ്റിംഗ് ഉണ്ടാകും. അതൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് അറബി ഇസ്ലാമിക രാജ്യങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിൽ അവിടുത്തെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ, സിവിൽ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ വൻപൻ ബോംബാക്രമണം നടത്തി ജനജീവിതം ദുസ്സഹമാക്കുമെന്നൊന്നും ഈ ഘട്ടത്തിൽ ചിന്തിക്കാനാവില്ല. പക്ഷെ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കൂടി കടന്നു പോകുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനാവാത്ത രീതിയിലുള്ള ഡാമേജുകൾ ഇറാൻ സംഭവിക്കുന്നു. ഭരണം അട്ടിമറിക്കപ്പെടും എന്ന ഒരു സൂചന ലഭിക്കുന്നുവെങ്കിൽ ഒരു ഓൾ ഔട്ട് സ്ട്രൈക്കിലേക്ക്, ഇവിടെയാണോ എനിമിക്ക് നോവുന്നത്, വേദനിക്കുന്നത്, അവിടെ പരമാവധി പ്രഹരമേൽപ്പിക്കുക എന്ന ഒരു മിലിറ്ററി ഡോക്ടറിന്റെ സഹായത്തോടു കൂടി ഒരുപക്ഷെ ഇറാൻ സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ, സമുച്ചയങ്ങൾ, അതുപോലെ ജനവാസ കേന്ദ്രങ്ങൾ, റെസിഡൻഷ്യൽ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് അല്ലാത്ത ഇടങ്ങൾ, പൊതുസ്ഥലങ്ങൾ, പാർക്കുകൾ, ഹൈവേകൾ, പാലങ്ങൾ, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇറാന്റെ ആക്രമണം നീണ്ടു കഴിഞ്ഞാൽ അപരിഹാര്യമായ നഷ്ടങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കൽ പോലും ഗൾഫ് രാജ്യങ്ങൾ ഇതംപ്രഥമമായിട്ടാണ് ഇത്രയും വലിയ ആക്രമണം നേരിടുന്നത്. കാരണം ഒരിക്കൽ പോലും ഇറാഖായിരുന്നു അതിനു മുൻപ് ആക്രമിച്ചു. ഇറാഖ് യുദ്ധ സമയത്ത് സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ 2 യുദ്ധങ്ങളിൽ, ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, രണ്ടാമത്തെ ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ്, ഈ 2 യുദ്ധത്തിലും ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായി. ഇസ്രായേലിന് നേരെ
പ്രതീകാത്മകമായ ആക്രമണമുണ്ടായി. അതേപോലെ തന്നെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ സൗദിയിലേക്കൊക്കെ ആക്രമണമുണ്ടായി. പക്ഷേ ഇത്രയും രാജ്യങ്ങളിലേക്ക് 5 രാജ്യങ്ങൾ, അതോടൊപ്പം ഇസ്രായേലും, അങ്ങനെ 6 വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു രാജ്യം ഒരേ ദിവസം തന്നെ വിതിൻ അവേഴ്സ് ആക്രമണം നടത്തുന്ന ഒരു സംഭവം ചിത്രം പ്രഥമമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു സമാനതകളില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യം മുന്നോട്ട് പോകുന്നത്? ഒന്നുകിൽ ഫിസിൽ ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ എസ്കലേറ്റ് ചെയ്യും. എസ്കലേഷൻ മോഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവാക്യുവേഷൻ എന്നത് വെറും ഒരു തിയറി അല്ല, വെറും ഒരു സാധ്യതയല്ല, അതൊരു റിയാലിറ്റിയായി മാറും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഭാരതത്തിന്റെ സർക്കാർ മുൻകാലങ്ങളിൽ ചെയ്തതിന് സമാനമായ രീതിയിൽ കാര്യക്ഷമതയോടെ ചെയ്യണം. നമ്മൾ യമനിൽ ചെയ്തു, അത് പക്ഷേ ചെറിയൊരു നമ്പർ മാത്രമാണ് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ നമ്പറാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആകമാന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം. അതുകൊണ്ട് തീർച്ചയായും ജാഗരൂകരായിരിക്കാൻ. നമ്മുടെ റിപ്പോർട്ടർ, തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ എസ് ശാലിനിയുടെ ഭർത്താവ് അബുദാബിയിലേക്ക് ഇന്ന് പോകാനിരുന്നതാണ്. ആ വിമാനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യം, അവിടെ ജോലിയിൽ എത്തേണ്ട സമയമാണ്, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വിമാന ടിക്കറ്റ് എടുത്തതാണ്, വളരെ പെട്ടെന്ന് വിമാനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇതേപോലെ നിരവധി ആളുകൾ പ്രയാസപ്പെടുകയാണ്. ശാലിനി നമുക്കൊപ്പം ചേരുകയാണ്. ശാലിനി, എപ്പോഴാണ് ഈ വിമാനം യാത്ര നിശ്ചയിച്ചിരുന്നത്? വിമാനം ക്യാൻസൽ ആക്കിയിരിക്കുന്നു, മറ്റുള്ള വിവരങ്ങൾ ശാലിനി. വിനോദ്, ഇന്ന് രാത്രി 8:15 തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് അബുദാബിയിലേക്കുമുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പെട്ടെന്നൊരു സമയത്താണ് ബാംഗ്ലൂരിൽ നിന്നും അബുദാബിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ്, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് അടിയന്തരമായി ക്യാൻസൽ ചെയ്തു എന്നുള്ള എയർലൈനിന്റെ ഔദ്യോഗിക മെസ്സേജ് ഇപ്പോൾ നമ്മൾക്ക് കൈപ്പറ്റുന്നത്. ഇപ്പോൾ റീഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ആശങ്കയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. മറുഭാഗത്ത് ജോലിയിലടക്കം പ്രവേശിക്കേണ്ട സാഹചര്യമുണ്ട്. നാളെ രാവിലെ ജോലിക്ക് പ്രവേശിക്കേണ്ട സാഹചര്യത്തിലാണ് അടിയന്തരമായി നമ്മൾ ടിക്കറ്റ് എടുക്കുകയും തിരുവനന്തപുരത്തേക്ക് വരികയും ഒക്കെ തന്നെ ചെയ്തത്. പക്ഷേ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നിലവിലെ അബുദാബി, ഖത്തർ, ബഹ്റിൻ അടക്കമുള്ള മേഖല സാഹചര്യം, യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിവിധ ഫ്ലൈറ്റുകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നടക്കം പുറപ്പെടേണ്ട ദീർഘദൂര വിമാനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് വിമാനങ്ങൾ റദ്ദ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും അബുദാബിയിലേക്കുള്ള യാത്ര ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുകയാണ്. റീഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് ആശങ്കയായിട്ട് യാത്രക്കാർക്ക് തുടരുകയാണ്. എന്തായാലും ഭർത്താവ് ഇന്ന് രാത്രി 8:15 മനീഷ് മോഹൻ ഇവിടുന്ന് പോകാനിരുന്നത്. പക്ഷേ ആ യാത്രയാണ് ഇപ്പോൾ ക്യാൻസൽ ആയിട്ടുള്ളത്. എന്തായാലും എയർലൈനിൽ നിന്നൊരു വിശ്വാസം, എയർലൈൻ ക്യാഷ് റീഫണ്ട് അല്ലെങ്കിൽ ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ യാത്രക്കാരൊക്കെ ഉള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യയുടെയും ഒപ്പം തന്നെ ഇൻഡിഗോയുടെയും ഒക്കെ നിരവധി ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മുതൽ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ 7:15 പുറപ്പെടേണ്ട അബുദാബി ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ഇവർ താമസിക്കുന്ന അവരുടെ റൂമിന് അടുത്തായിട്ടാണ് ഈ നേവൽ ബേസ് ഉള്ളത്. അബുദാബിയിൽ ഇപ്പോൾ സ്ഫോടനം നടന്ന നേവൽ ബേസിന് അടുത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരോടൊക്കെ തന്നെ ജാഗ്രതയുടെ ഭാഗമായിട്ടൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നാളെ മുതൽ തന്നെ അവധി, അവരുടെ ജോലി ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങളിൽ അവധിയടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. വിനോദ, ശാലിനി, വിമാനത്താവളത്തിൽ നിരവധി യാത്രക്കാർ ഇതേപോലെ വളരെ പെട്ടെന്ന് വിമാനത്താവളത്തിൽ വരികയും വിമാനം ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം, ആശങ്കാകുലരായി നിരവധി യാത്രക്കാരെ അവിടെ വിമാനത്താവളത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ ശാലിനി? വിനോദ, തീർച്ചയായും തിയാലിന്റെ ഔദ്യോഗിക അറിയിപ്പ് അല്പസമയം മുമ്പാണ് വന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എയർലൈനുകളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം യാത്ര തുടർന്നാൽ മതി എന്നുള്ളതായിരുന്നു ഒരു അരമണിക്കൂറിന് മുമ്പ് തിയാലിന്റെ ഔദ്യോഗിക സൈറ്റിൽ അവരൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള നിരവധി വിമാനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഇപ്പോൾ അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റുകളാണ് കൂടുതലും ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ മറ്റ് ചില സർവീസുകൾ കൂടി, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തിരുവനന്തപുരത്ത് നിന്നും ദോഹയിലേക്കുള്ളതും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും സർവീസുകളും എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ശാലിനി. തീർച്ചയായും വിനോദ്, അത് തന്നെയാണ്. കാരണം എയർ അറേബ്യയുടെ ഫ്ലൈറ്റും തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്കും പുറപ്പെട്ട ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് അബുദാബിയിലേക്ക് പുറപ്പെട്ട ഫ്ലൈറ്റ് ആണ് പറന്നുയർന്ന അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ച് വിളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അല്പസമയത്തിനകം മുഴുവൻ തിരുവനന്തപുരത്ത് നിന്ന് അടക്കം വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും ക്യാൻസൽ ചെയ്തിട്ടുള്ള
ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് നമുക്ക് ലഭ്യമാകും. യെസ്, വളരെയധികം നന്ദി ശാലിനി. അങ്ങനെ ശാലിനി ഭർത്താവിനെ യാത്രയാക്കാൻ വേണ്ടി തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ ആണ്. അപ്പോഴാണ് വിമാനം ക്യാൻസൽ ചെയ്ത വാർത്ത അറിയുന്നത്. നിരവധി യാത്രക്കാരാണ് സമാന നിലയിൽ ഇതേപോലെ ആശങ്കാകുലരായിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾക്കൊപ്പം സംസാരിച്ച രാമചന്ദ്രൻ എന്നുള്ള ആൾ പാലക്കാട്, മകൾ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു, എപ്പോൾ വരുമെന്നറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും ഇതേപോലെ ജോലി സ്ഥലത്തേക്ക് യാത്രയാകാൻ പോകാൻ വേണ്ടി എത്തിയ യാത്രക്കാർ, അവരെല്ലാം ഈ വിഷയത്തിൽ, അപ്പോൾ നമ്മൾ അറിയുന്ന നമ്മൾക്കൊപ്പമുള്ള അല്ലെങ്കിൽ ഭാരതീയരായ ആളുകളെ എല്ലാം ഇത് ബാധിക്കുകയാണ്. വെറുതെ ഒരു വാർത്തയായി പറഞ്ഞു പോകാവുന്നതല്ല. നമ്മൾക്കൊക്കെ രക്തബന്ധമുള്ള നമ്മൾക്കൊപ്പമുള്ള ആളുകളെ ബാധിക്കുന്ന വിഷയമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഇതെന്ന് അവസാനിക്കും, ഇതേത് ഘട്ടത്തിൽ എത്തിച്ചേരും, എന്നുവരെ ഇത് നീണ്ടു നിൽക്കും, ഇതിനൊക്കെ ഒരു ഉത്തരം വളരെ പെട്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ വിനോദ്, ശ്രീമതി ശാലിനിയുടെയും രാമചന്ദ്രന്റെയും എല്ലാം ബുദ്ധിമുട്ടുകൾ ഒറ്റപ്പെട്ട കേസുകളല്ല എന്ന് ഓർക്കണം. വ്യാപകമായി ലക്ഷക്കണക്കിന് ആളുകൾ, മലയാളികൾ പ്രത്യേകിച്ച്, വലിയ ആശങ്കയിലാണ്. അവരുടെ ഉറ്റവർ, ഉടയവർ, പ്രിയപ്പെട്ടവർ യാത്രാമധ്യയാണ്. അല്ല എങ്കിൽ അവര് വിവിധ രാജ്യങ്ങളിൽ, മധ്യപൂർവ്വ പ്രദേശത്തെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്നു. അതുമല്ല എങ്കിൽ മിഡിൽ ഈസ്റ്റ് വഴിയുള്ള ട്രാൻസിറ്റ് റൂട്ടിലാണ് പലരും വിമാനത്തിൽ കയറിക്കഴിഞ്ഞു. പെട്ടെന്നുണ്ടാകുന്ന യുദ്ധമാണ്. സാധാരണ യുദ്ധമൊക്കെ സംഭവിക്കുന്ന രാത്രിയിലാണ്. ഈ സമീപ ഭൂതകാലം പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധങ്ങളെല്ലാം മിഡ് നൈറ്റിലാണ് സംഭവിച്ചത്. പക്ഷെ ഇന്ന് ഒരു ചേഞ്ച് എന്ന നിലയിൽ ഇന്ന് രാവിലെ തന്നെ യുദ്ധം സംഭവിക്കുന്നു. അപ്രതീക്ഷിതമായി പൊട്ടിവീഴുകയാണ്. കാരണം സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇതാ പറന്നു വരുന്നു. 3 റൗണ്ട് സമാധാന ചർച്ചകൾ. അതിൽ വലിയ പ്രതീക്ഷയാണ് ഇറാന്റെ പ്രതിനിധി അബ്ബാസ് അറാക്ചി പ്രകടിപ്പിച്ചത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും അടുത്ത റൗണ്ടിന് വിയന്നയിൽ വെച്ച് കണ്ടുമുട്ടാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞവർ ഒരു ആക്രമണത്തിലേക്ക് വരും എന്ന് അധിക പേര് ചിന്തിച്ചില്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ വരുന്ന തിങ്കളാഴ്ച 2 ദിവസത്തിന് ശേഷം ടെല്ലവീവിലെത്തി ഇസ്രായേൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം, ചില ധാരണകൾ എത്തിയതിനു ശേഷം മാത്രമാവും യുദ്ധം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ഫോർഡ് ഇസ്രായേൽ തീരത്തോട് അടുത്ത ആ നിമിഷം തന്നെ യുദ്ധം നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ 10 ദിവസം നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം തരുന്നു, ഒരുപക്ഷെ 15 ദിവസം. അതിനുള്ളിൽ കൃത്യമായ ധാരണയിൽ എത്തിയില്ലെങ്കിൽ യുദ്ധം. ഈ 10 ദിവസം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ സമയപരിധി കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്, 2025 അങ്ങനെ തന്നെയാണ്. ഏതാനും ദിവസത്തെ ഒരു ടൈം കൊടുത്തു. അതിനുള്ളിൽ തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഈ യുദ്ധത്തിലൊക്കെ ഒരു സമയമൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചതിന് ശേഷം ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇത്ര അധികം പ്രഹരം ഞങ്ങൾ ഏൽപ്പിക്കും എന്നൊന്നും പറഞ്ഞിട്ടല്ല യുദ്ധങ്ങൾ. പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് യുദ്ധം എന്ന നിലയിൽ ഒരുപക്ഷെ മുൻകൂട്ടി അറിയിച്ചേക്കാം. ഇറാൻ അങ്ങനെ അറിയിച്ചതായ ഒരു ചരിത്രമുണ്ട്. അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് മുൻകൂട്ടി അറിയിച്ചതായി പറയുന്നു. അത് മാത്രമല്ല, അമേരിക്കയും കഴിഞ്ഞ തവണ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഈ ആണവായുധങ്ങൾ ഒരുപക്ഷെ ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളൂ, ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി ചില സൂചനകൾ കൊടുത്തു എന്ന് പറയുന്നു. എന്തിന് ഇറാൻ ഇസ്രായേലിനും അങ്ങനെ ചില സൂചനകൾ കഴിഞ്ഞ പ്രാവശ്യം 2025 കൊടുത്തതായി ഇങ്ങനെ വാർത്തകൾ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സ്ഥിരീകരിക്കപ്പെടാവുന്നതാണെന്നറിയില്ല. പക്ഷെ ആധുനിക യുദ്ധങ്ങൾ ഒന്നും തന്നെ കൃത്യമായ പ്രഖ്യാപിത യുദ്ധങ്ങളല്ല, അപ്രഖ്യാപിത യുദ്ധങ്ങളാണ്. അതൊരു യുദ്ധം എന്നതൊരു അവസ്ഥയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ പരിസമാപ്തി, സമാധാന പ്രക്രിയയുടെ അവസാനം യുദ്ധം നടന്നിരിക്കുകയാണ്. ആ യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റൊരു സമാധാന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കഠിനമായ വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താൻ അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി പറയുന്ന ഇടങ്ങളിലെല്ലാം ഒപ്പിടിപ്പിക്കുന്ന രീതിയിൽ ഇറാന്റെ പ്രഹരശേഷി കുറച്ചുകൊണ്ടുവരിക എന്നതാണോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉദ്ദേശം എന്നറിയാൻ വയ്യ. ഇത് യുദ്ധമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മുൻകൂട്ടി യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ആരും പറയാറില്ല. പുറത്തു പറയുന്ന ലക്ഷ്യങ്ങൾ മാത്രം ആകണമെന്നില്ല. യുദ്ധത്തിന് പിന്നിൽ ഒട്ടനവധി പറയുന്നതും പുറത്ത് പറയുന്നതും പുറത്ത് പറയാത്തതുമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം റെജിം ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ആണവായുധങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് വരാനാണെങ്കിൽ ഇറാൻ അത് സമ്മതിച്ചതാണ്. ഞങ്ങൾ ആണവായുധങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് വരാം, ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല, നിങ്ങൾക്ക് വേണേൽ എഴുതി തരാം, IAEA ഇൻസ്പെക്ഷൻ നടത്താം. പക്ഷെ അത് മാത്രം പോരല്ലോ, മിസൈൽ സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വിട്ട മിസൈലുകൾ, ഇതൊക്കെ ആത്യന്തികമായ ഒരു ത്രെട്ടല്ലേ. എക്കാലത്തും ഒരു ഡെമോക്രാസിന്റെ വാള് പോലെ ഈ മിസൈലുകൾ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രായേലും ഒന്നും ആവില്ല. അതുകൊണ്ടാണ് ശാശ്വതമായ, സ്വല്പം വേദനിച്ചാലും ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ
ചില വേദനിപ്പിക്കുന്ന പ്രയോഗത്തിലൂടെ ശാശ്വതമായ പരിഹാരം, ആത്യന്തിക സമാധാനത്തിന് വേണ്ടി സ്വല്പം പ്രഹരം എന്നതാണോ ഒരുപക്ഷെ മനസ്സിലിരിക്കുന്നത് എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു പരമാധികാര രാജ്യത്തിന് നേരെ മറ്റൊരു പരമാധികാര രാജ്യം എന്തിന്റെ പേരിലാണെങ്കിലും നടത്തുന്ന കടന്നുകയറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ കൊണ്ട് ചോദിപ്പിക്കാൻ. ഇന്ന് ഇറാൻ ഈ വ്യവസ്ഥയ്ക്ക് വഴങ്ങാതെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളുടെ നേരെ നാളെ ഇതേ ശക്തികൾ ആക്രമണം അഴിച്ചുവിടുമോ അറിയില്ല. ഇതൊക്കെ നൈതികമായ ഒരുപിടി ചോദ്യങ്ങളാണ്. തൽക്കാലം ഓക്കെ, ഇതൊരു കോസിന് വേണ്ടിയാണ്, ലോക സമാധാനത്തിന് വേണ്ടിയാണ്, ഇറാന്റെ വിനാശകാരികളായ ആയുധങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അത് മുഖവിലേക്ക് എടുക്കാം. പക്ഷെ നാളെ മറ്റൊരു രാജ്യത്തിനെതിരെ, അപ്പൊ ഇതെങ്ങനെയാണ് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ? ആരാണ് സമാധാനം കൊണ്ടുവരേണ്ടത്? യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസ് എവിടെ? മരിച്ചുപോയി. ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണോ നമുക്ക് വേണ്ടത്? അതുകൊണ്ടാണ് ഈ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിൽ, നിയതമായ ചട്ടങ്ങളില്ലാത്ത രീതിയിൽ ലോകക്രമം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. ചില രാജ്യങ്ങളെ നമ്പി ചില ക്രമത്തോട് ഓരം ചേർന്ന് നിന്ന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാതെ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ട ഒരവസ്ഥ പല ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന ഒരു ഭീതി കൂടിയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇറാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയാൻ ഞാൻ ആളല്ല. അതേസമയം ഇറാനെതിരെ നടത്തുന്ന ആക്രമണത്തിന്റെ രീതിശാസ്ത്രം പരിഗണിക്കുമ്പോൾ ഇത് മാത്രമായിരുന്നോ പരിഹാരം? സമാധാന ശ്രമത്തിന് ഒരു ട്രീറ്റിക്ക് ഒരു വിലയും കൊടുക്കാനാവില്ലേ? ആണവായുധങ്ങൾ മാത്രമാണ് വിപത്ത് എങ്കിൽ അത് അവസാനിപ്പിച്ചാൽ പോരെയോ? ഈ മിസൈലുകൾ എന്നൊക്കെ പറയുന്നത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ. എന്തിനാണ് മിസൈലുകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമല്ലേ, ദേശീയ സുരക്ഷയുടെ പ്രധാന ഘടകമല്ലേ ഡിറ്ററൻസ്? മിസൈൽ ഇല്ലാത്ത രാജ്യത്തിന് ഈ ടീത്തില്ല എന്ന് പറയുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സാധിക്കില്ലല്ലോ. അവിടെയാണ് ഒരുപിടി ചോദ്യങ്ങളാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഈ ആക്രമണം ഒക്കെ അതിന് ന്യായമായ ആക്രമിക്കുന്നവർക്ക് ന്യായമായ കാരണമുണ്ടാകാം, പ്രതിരോധിച്ച് നിൽക്കുന്നവർക്ക് ന്യായമായ കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ സത്യം ഇതിന്റെ ഇടയിൽ എവിടെയോ ആണ്. ലോക സമാധാനം ഒരു ബലപ്രയോഗത്തിലൂടെ മാത്രം ഉണ്ടാകുന്ന സമാധാനം അസ്ഥിരമായ സമാധാനമാവും. അതൊരു ശാശ്വതമായ ലാസ്റ്റിംഗ് പീസ് ഒരിക്കലും ബലപ്രയോഗത്തിലൂടെ, യുദ്ധത്തിലൂടെ, യുദ്ധാധിപത്യത്തിലൂടെ ലാസ്റ്റിംഗ് പീസ് ഉണ്ടാകുമായിരുന്നു എങ്കിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാവില്ലായിരുന്നു. ജർമ്മനി പരാജയപ്പെട്ട ജർമ്മനി വീണ്ടും അടുത്ത യുദ്ധത്തിനുള്ള ഒപ്പുകൂട്ടിയെന്ന് ഓർക്കണം. ഒരു പരാജയം ഒരു ജനത, ഒരു സർക്കാർ, ഒരു സംവിധാനം, ഒരു കൾച്ചർ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ലോകത്ത് സമാധാനം വേണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. സമാധാനം വേണമെന്നുള്ള ആഗ്രഹമാണ് ലോകത്തെ ഭൂരിപക്ഷം രാഷ്ട്രങ്ങൾക്കുമുള്ളത്. ഏത് തരത്തിൽ സമാധാനം കൊണ്ടുവരും എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഇത്തരത്തിലുള്ള ആണവ സമ്പുഷ്ടീകരണം, ഒരു രാജ്യം ഏകാധിപത്യ പ്രവണതയോടെ മുന്നോട്ട് നീങ്ങിയാൽ അത് സമാധാനത്തിന് വലിയ ഭീഷണിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ ഘട്ടത്തിലാണ് റഷ്യയെ പോലുള്ള രാജ്യങ്ങൾ സമാധാനം വേണമെന്ന് പറയുന്നത്. ഭാരതവും അതേ നിലയിലായിരിക്കുമല്ലോ പ്രതികരിക്കുക. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായോ അല്ലെങ്കിൽ അമേരിക്കയുമായോ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു നയം ഭാരതം ഈ ഘട്ടത്തിൽ അത്ര പ്രകടമായി സ്വീകരിക്കാനുള്ള സാധ്യത കുറവല്ലേ? വളരെ പെട്ടെന്ന് ഡോക്ടർ മോഹൻ വർഗീസ്. തീർച്ചയായും ഭാരതം അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ യുദ്ധത്തിൽ ഓരം ചേർന്ന്, ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ഓരം ചേർന്ന് നിന്നുകൊണ്ട് ഈ യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുമെന്ന് കരുതാനാവില്ല. ഇന്ത്യ എന്തും സമാധാനത്തിന്റെ പക്ഷത്താണ്. സമാധാനത്തിന് ഒരു അവസരം കൊടുക്കൂ എന്നാണ് ഇന്ത്യ പറയുന്നത്. ഗിവ് പീസ് എ ചാൻസ് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ മുദ്രാവാക്യം. എവിടെയാണോ സമാധാനം അതിനൊപ്പമാണ് ഭാരതം. ഇപ്പോൾ യുദ്ധത്തിന്റെ സമയമാണ്, സമാധാനമല്ല. അതുകൊണ്ട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് റഷ്യ പറയുന്നു, നല്ല കാര്യം. പക്ഷേ അതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കാനുള്ള കപ്പാസിറ്റി, ആർജവം, കരുത്ത്, ജനാസിറ്റി റഷ്യക്ക് ഉണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഭാരതത്തിനും പറഞ്ഞു വെക്കാം, പക്ഷെ എന്ത് ചെയ്യാനാവും? ഇത് പ്രസ്താവന സാഹിത്യത്തിന് ഉപരിയായി എന്ത് ചെയ്യാനാവും? അതിനുള്ള ശക്തി ഏത് രാജ്യത്തിനുണ്ട്? കാരണം ഒരു വശത്ത് നിൽക്കുന്നത് ലോകത്ത് അതിശക്തമായ രാജ്യമായ അമേരിക്കയാണ്, മറുവശത്ത് താരതമ്യേന ദുർബലമായ ഒരു രാജ്യം എന്ന നിലയിൽ ഇറാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ ഇറാന്റെ സഹായത്തിന് ചൈനയോ റഷ്യയോ വരും എന്ന വിദൂരമായ പ്രതീക്ഷ ഒരുപക്ഷെ ഇറാൻ ഉണ്ടാവും. അത് സാധ്യമാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. പക്ഷെ സമാധാനത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ ബാലൻസിംഗ് ആക്ട് എന്ന നിലയിൽ അത് ചൈനയോ റഷ്യയോ ആയിരിക്കും. ആ സമാധാന ശ്രമം എങ്ങനെയാണ് അമേരിക്ക ഉൾക്കൊള്ളുന്നത്? അതും ഒരു ചോദ്യചിഹ്നമാണ്. അവിടെയാണ് ഈ രണ്ട് പക്ഷത്തും ചേരാതെ നിൽക്കുന്ന അമേരിക്കൻ പക്ഷത്തും ഇറാനിയൻ പക്ഷത്തും അല്ലാത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ ഒരു പൊസിഷൻ മുന്നോട്ട് വയ്ക്കാൻ ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ്. ഒരു ഫോർമുലയുമായി എത്താൻ നമുക്കാവുമോ? ഏതെങ്കിലും ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേൾഡ് കൺസോർഷ്യം കൂടി അതിനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുമോ? ഇതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എളുപ്പമല്ല. ഈ വാർ ഇസ് എ വെരി പെയിൻഫുൾ എക്സസൈസ്. പീസ്, ഈ മെയിൻറ്റെയിനിങ് പീസ് ഓൾസോ ഇസ് എ വെരി പെയിൻഫുൾ എക്സസൈസ്. പക്ഷെ ഗിവ് പീസ് എ ചാൻസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.
അതെ, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ജനശബ്ദവും ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഇറാനിൽ US ഇസ്രായേൽ സംയുക്ത ആക്രമണം നടക്കുകയാണ്. ആക്രമണം സ്ഥിരീകരിച്ച ഡൊണാൾഡ് ട്രംപിന്റെ വീഡിയോ സന്ദേശം തന്നെയാണ്. നമുക്ക് ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വയനാടിൽ നിന്നും ശ്രീ സുകുമാരൻ കൂടി ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. വളരെ പെട്ടെന്ന് ശ്രീ സുകുമാരൻ പ്രതികരിക്കാം. നമ്മളെ ഇറാനെ ആക്രമിച്ചത് പറഞ്ഞോളൂ. ആക്രമിച്ച പോരാ, അവരെ ഒരു മതരാഷ്ട്ര ചിന്താഗതിയാണ്. അവർക്ക് ഏകാധിപത്യമാണ് അവരെ ഭരണം. അവരെ അടിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ അവർ ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിച്ച് അവരെ ഒരിക്കലും നിലം തൊടാൻ വിടാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇറാനെ പാഠം പഠിപ്പിക്കണം, ഇറാനെ ആക്രമിക്കണം. ഇറാനെ ആക്രമിച്ച പോലെ അവരെ ഈ മതഭരണം, ഏകാധിപത്യ ഭരണം, മതത്തിന്റെ പേരിലുള്ള ഒരു ഭരണം, അത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മതത്തിന്റെ പേരിൽ ഭരണം നടത്തുന്നവരുടെ ആ നീക്കങ്ങളെ അത് മുച്ചൂടും ഇല്ലാതാക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലർന്നേ മതിയാകുള്ളൂ. കാരണം ഭാരതത്തെ സംബന്ധിച്ച് ഭാരതീയരായ നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, മലയാളികളടക്കമുള്ള ആളുകൾ അവിടങ്ങളിൽ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. അവരുടെ ജീവനും സ്വത്തിനും നമ്മൾ വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം തന്നെ ഉണ്ടാവട്ടെ. പക്ഷേ ഈ ഘട്ടത്തിൽ സമാധാനത്തിൻ്റെതായ ഒരു കണിക പോലും കാണാൻ കഴിയുന്നില്ല. ശക്തമായ ആക്രമണമാണ് അമേരിക്ക ഇറാന് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം തന്നെയാണ് ജനശബ്ദം ഇന്ന് ചർച്ച ചെയ്തത്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്തേ.